ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗെയ്സ്, അപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓണപരിപാടി കാണാൻ വേണ്ടിയാണ്. എല്ലാ വർഷവും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ നാട്ടിൽ ഓണപരിപാടി നടത്താറുണ്ട്. ഗെയ്സ്, അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ പ്രോഗ്രാമൊക്കെ ഏകദേശം തുടങ്ങി കഴിഞ്ഞിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ചെറിയ കുട്ടികൾ മുതൽ നാട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ വരെ നമ്മുടെ ഓണപരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഗെയ്സ്, നമുക്കിനി പരിപാടികളാണ്. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ. കൊട്ടും കുത്തിലേ ഓണപ്പുടവയുടുത്തില്ലേ, ഊഞ്ഞാലാടണ്ടേ ഓലക്കുട വേണ്ടേ, ചാന്തും വച്ചില്ലേ ചാഞ്ചക്കം കളിയാടണ്ടേ, ചെമ്മേ ചെമ്പട്ടിൻ ചേലിലാവണ്ടേ. അങ്ങനെ അവിടുത്തെ പരിപാടിയിലെങ്കിലും നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് റെഡിയായി വലിയൊരു ഓണം ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ നാട്ടിൽ ഇനിയും പരിപാടിയുണ്ട്, പരിപാടി തീർന്നിട്ടില്ല. വൈകിട്ട് വടംവലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ പുല്ലൊരു ഓണം ഫെസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പൂ കൊണ്ട് സെറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അകത്തെന്താ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ കുറേ ഷോപ്പുകളും പിന്നെ ഫുഡ് സ്പോട്ടുകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അകത്തുണ്ടായിരുന്നത്. സ്വീറ്റ്സിൻ്റെ കുറേ സെക്ഷനുകൾ, ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷനുകൾ, മൊബൈൽ ആക്സസറീസിൻ്റെ സെക്ഷനുകൾ, പിന്നെ ഫ്രാഗ്രൻസിൻ്റെ സെക്ഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടിറങ്ങി നേരെ റൈഡിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. റൈഡിൽ കയറുമ്പോൾ ചുമ്മാ റൈഡിൽ കയറിയാൽ പോരാ, കയറുന്നതിനകത്ത് നല്ല ത്രില്ലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള റൈഡുകളിലൊന്നാണ് ഈ ജെയിൻറ്റ് വീൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരെ ജെയിൻറ്റ് വീലിൽ കയറാനാണ് വന്നിരിക്കുന്നത് ആദ്യം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ അതിനകത്ത് കയറുവാണ്. ഗെയ്സ്, അങ്ങനെ കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ടോപ്പി വന്നിട്ട് താഴോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു സയൻസ് ഉണ്ട്. ജസ്റ്റ് ഫ്യൂസൊക്കെ നമ്മൾ മേളിലോട്ട് പൊങ്ങുന്നതൊക്കെ നമുക്ക് തോന്നും. ഗെയ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി അടുത്ത റൈഡിലേക്ക് കയറാൻ പോവാണ്. അടുത്ത റൈഡ് എന്ന് പറയുമ്പോൾ ഇതും അത്യാവശ്യം നല്ല ത്രില്ലുള്ളതാണ്. ഇതിലിരിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ പോയിരിക്കണം, എങ്കിലേ രസമുള്ളൂ, എങ്കിലേ അതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് മനസ്സിലാവും. ഏറ്റവും ടോപ്പിൽ പോയിട്ട് അതിങ്ങനെ മേപ്പോട്ടും താപ്പോട്ടും ആകുമ്പം ടോപ്പിൽ പോയിരിക്കുമ്പോഴേ അതിൻ്റെ ഒരു രസം മനസ്സിലാവും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ഐസ്ക്രീം കുടിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരാണ് ഷോപ്പ് എടുത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ഓണം ഫെസ്റ്റിന് വിടുന്നത് എല്ലാവരും ഇവിടുന്ന് ഐസ്ക്രീം പിടിച്ച് നമ്മുടെ ചെറുക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓറിയോ ഫ്ലേവർ ഐസ്ക്രീം മേടിച്ചിറങ്ങി. ഗെയ്സ്, അപ്പം നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു വട്ടം കൊണ്ട് നമുക്കിവിടെ വരേണ്ടി വരും, ഫാമിലിയോടെ വരണം. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതാണ്. സോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ നാട്ടിലേക്ക് വന്നപ്പോഴേ ഇവിടെയാണെങ്കിൽ വൻ വടംവലി അടക്കുവാണ്. അപ്പോൾ പിന്നെ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഈ വടംവലി ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.